നമസ്കാരം. ഞാൻ സുരേഷ് ലാവത്ത്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഫോറിൻ കൺട്രിബ്യൂഷൻ റെഗുലേഷൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ആക്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, FCRA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, FCRA നിയമം കുറച്ചുകൂടെ കർശനമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോദി സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ NGOകളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥപ്പെടുത്തിയത്. NGOകളുടെ തലത്തൊട്ടപ്പം എന്ന് പറഞ്ഞാൽ ജോർജ് സോറോസിൻ്റെ അവിടുത്തെ അമേരിക്കയിലെ ഒരു സംഭവം ഉണ്ടല്ലോ, ഡി കമ്പനി. ആ ടീമുകളുടെ തലപ്പത്തനായിട്ടാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കഴിഞ്ഞ വട്ടം ഇന്ത്യയിലേക്ക് നേരെ കൽക്കട്ടയിൽ വന്നിറങ്ങി മദർ തെരേസ ഓഫീസിലേക്ക് എത്തി, നിങ്ങൾ പട്ട് ചോദിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, FCRA നിയമം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ്. അത് മനസ്സിലാക്കണം, മോദിയല്ല. കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന പ്രധാനമന്ത്രി ശ്രീ ഇന്ദിരാഗാന്ധിയാണ്. അത് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് അമേരിക്കയിൽ നിന്ന് അവരുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ബ്രെഡ്, സോയാബീന്, എണ്ണയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സോയാബീൻ കുരുക്കൾ, മറ്റേ പാൽപ്പൊടി, ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നുറുക്ക് ഗോതമ്പ് മാതിരി വെക്കണ പൊട്ടിയേക്കണ ഗോതമ്പുകളും അമേരിക്കയിൽ നിങ്ങൾ കയറ്റിവിടും, നമ്മുടെ നാട്ടിലേക്ക് കയറ്റിവിടും. അത് ഫ്രീ ആയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനായിട്ടുള്ള ഒരു അടുപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ സപ്ലൈ ഇവർ പെട്ടെന്ന് അമേരിക്ക നിർത്തി. അപ്പോൾ ഇന്ദിരാഗാന്ധി ആലോചിച്ചു, വേറെ ആൾക്കാർ ഇങ്ങനത്തെ വേസ്റ്റിന് വേണ്ടി നമ്മൾ ആശ്രയിക്കണേക്കാളും നല്ലത് നമ്മൾ സ്വയമായിട്ട് കൃഷിയുടെ സംഭവത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കാർഷിക വിപ്ലവത്തിന് അവർ തുടക്കമിട്ടിരുന്നു. അപ്പോൾ ആ തുടക്കമിട്ടത് ലോകരാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പും അമേരിക്ക മാതിരി രാഷ്ട്രങ്ങളെ ശരിക്കൊന്നും ഇതാക്കിയിരുന്നു. കാരണം നമ്മൾ ഡെവലപ്പ് ആവാൻ പാടില്ല, നമ്മളിങ്ങനെ തന്നെ കുഴി കിടക്കണം. പണ്ട് ഗോവിന്ദൻ എന്ന് പറയുന്ന CPM പാർട്ടിക്കാരൻ പറഞ്ഞേക്കണ മാതിരി ഒരു സൂപ്പർ ട്രെയിൻ വരികയാണ്. സൂപ്പർ ട്രെയിൻ വരുമ്പോൾ ജനങ്ങൾ ജോലിക്കാരായിട്ട് ജോലിക്ക് പോട്ടെ എന്നല്ല പുള്ളി പറഞ്ഞത്. ഇവിടുന്ന് അപ്പം കൊണ്ടുപോയിട്ട് കൊച്ചിയിൽ വിറ്റിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ആകാൻ പാടില്ല. ഇവിടെ അപ്പം വിറ്റും ഇല്ലെങ്കിൽ കക്കൂസ് കഴിയും ഈ ആൾക്കാർ സാധാരണക്കാർ ദരിദ്രവാസിയായിട്ട് കിടന്നാൽ മാത്രമേ ഇവിടെ ആവുള്ളൂ. ഇങ്ങനത്തെ ഒരു പാർട്ടികൾ ഈ രാജ്യത്തുണ്ട്. അങ്ങനത്തെ ഒരു സംഭവങ്ങൾക്ക് NGOകൾക്ക് ഫണ്ട് കിട്ടുന്നത് ഈ ജോർജ് സോറോസ് മാതിരിയുള്ള ടീമുകളാണ് നിയന്ത്രിക്കുന്നത്. ഈ ഫണ്ടുകളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കാരണം കൊണ്ടാണ് അന്ന് ഇന്ദിരാഗാന്ധി ഈ ഒരു നിയമം കൊണ്ടുവന്നത്. കാരണം ഈ ടീമുകൾ രാജ്യത്തിൻ്റെ കൂടെ നിന്നും കൊണ്ട് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് അറിഞ്ഞത് ആ കാലങ്ങളിലാണ്. ഓരോ സമരം വരുമ്പോൾ എവിടെ നിന്നാണ് ഈ ടീമുകൾ, നമ്മളന്ന് ആലോചിച്ച് നോക്കുക. പണ്ടത്തെ കാശ്മീരിലെ കല്ലെറിയുന്നവർ, ഇന്ത്യ ഇപ്പോൾ കല്ലെറിയുന്നവരൊക്കെ എവിടെ ചത്തു? എല്ലാം പോയോ? എല്ലാം കെട്ടടങ്ങിയോ? ഇവർക്ക് കാശ് അന്ന് കിട്ടണം. ഇപ്പോഴും ഒരു കാർഷിക സമരം ഡൽഹിയിൽ നടന്നിരുന്നു. ഇവിടുന്ന് പോയ ഒരു എരുമ വരെ ഇവിടുന്ന് പോയിട്ടാണ്. കേരളത്തിൽ നിന്ന് ഒരു എരുമ അവിടെ പോയിട്ടാണെന്നാണ് നമ്മൾ കണ്ടതാണ്. ഈ ടീമുകൾക്ക് പൈസ കൊടുക്കുന്ന ആരായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് പൈസ ഒക്കെ കിട്ടുന്നത് മുകളിൽ നിന്ന് വിദേശി രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടാണ്. ഇത് NGO ഫണ്ടുകളായി. അതൊരു അനിയന്ത്രണമില്ലാത്ത ഇഷ്ടമാതിരിയുള്ള പൈസ വരവും എന്താ ചിലവാക്കണേന്നത് രേഖയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണേ ഇങ്ങനത്തെ ടീമുകൾക്കാണ്. അവർ പറഞ്ഞു കണ്ടിട്ടുണ്ടോ? വലിയ വലിയ കാറുകളിൽ വന്ന് ഇറങ്ങും. നമ്മുടെ നർമ്മദ ബജാവോ എന്ന് പറഞ്ഞ് സമരം ചെയ്ത മേധാ പട്കർ ആരാ? നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. പ്രകാശ് രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്കമി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല അവൻ്റെ. അവൻ ലോക ഫ്രോഡാണ്. ലോക ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ലോക ഫ്രോഡ്. അവന് യാതൊരു വിഷയം കുറേ ആൾക്കാർ തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും അങ്ങനത്തെ ടീമുകൾ. നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ ഏറ്റവും വലിയ ചാനൽ അവതാരകന്മാരെയുള്ള എത്ര പേരാണ് നമ്മുടെ നാടിനെതിരെ പ്രവർത്തിക്കുന്നവർ? ഇവർക്കൊക്കെ വരുന്നത് ഈ NGO ഫണ്ടുകളാണ്. ഇത് കർശനമായിട്ട് നിരോധിച്ചേ പറ്റൂ. ഇത് നിരോധിക്കാനുള്ള മുൻകൈ മോദി സർക്കാർ എടുക്കണമെന്നും അതിന് പൂർണ്ണമായ സഹകരണം ജനങ്ങളിൽ നിന്നും ഉണ്ടാവണമെന്നും ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ഒറ്റപ്പെടുത്തണമെന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിൽ നമ്മുടെ രാജ്യം ഒന്നാം നിലയിലേക്ക് തന്നെ എത്തും.
കാരണം നമ്മൾ അത്രയുള്ള അമേരിക്കയിലെ ഏത് വലിയ വലിയ കമ്പനികളിൽ നോക്കിയാലും അതിൽ തലപ്പത്തുള്ളത് ഇന്ത്യക്കാരാണ്. കാരണം നമ്മുടെ ഒരു കഴിവ് അതാണ്. നമ്മൾ മറ്റവരുടെ മാതിരിയൊന്നുമില്ല. ചന്ദ്രതലത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞതിൻ്റെ തെളിവുകൾ പക്കയായിട്ട് കൊണ്ടുവരാൻ ഇപ്പോൾ ഇതിന് മാത്രമേ സംഭവിച്ചുള്ളൂ. നമ്മുടെ ചന്ദ്രയാനാണ് ഈ ദക്ഷിണ ധ്രുവത്തിൽ പോയി ഇറങ്ങിയതും പേരെടുത്തതും നമ്മളാണ്. ഇതുപോലുള്ള ഈ ചൈന എന്ത് മുമ്പോട്ട് പോകുന്നു, നമ്മളെന്തേ പോകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈനയിൽ ഈ സമരം നടന്നു കഴിഞ്ഞാൽ അപ്പം വെടിവെച്ച് കൊന്നുകളയും. എന്തേ ഇവിടെ നടക്കാത്ത? ഈ സർജിക്കൽ സ്ട്രൈക്ക് വേണ്ടത് ആദ്യം ഇന്ത്യയുടെ ഉള്ളിലേക്കാണ്. ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ അപ്പം തീർത്തേക്കണം. അതാണ് വേണ്ടത്. അപ്പോഴേ രാജ്യം മുമ്പോട്ട് പോകുള്ളൂ. ചൈനയായാലും ചൈനയുടെ അടുത്ത് ഒരാൾ വാല് പറ്റില്ലല്ലോ. അവരെന്ത് ഡെവലപ്പ് ആവാൻ കാരണം ഇത് തന്നെയാണ്. അവരുടെ നാട്ടിൽ ഇതുപോലുള്ള രാജ്യത്തിനെതിരായിട്ട് ഉള്ളിലിരുന്നു കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ അപ്പം കൊന്നുകളയും. ഈ രാജ്യത്തും അതാണ് വേണ്ടത്. അതേ ഞാൻ പറയുന്നുള്ളൂ ജനങ്ങളോട്. ജനങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കുക, നല്ലതിനെ കൂട്ടി നിൽക്കുക, രാജ്യരക്ഷയ്ക്കും രാജ്യത്തിന് വേണ്ടിയും ഒപ്പം നിൽക്കുക. നമസ്കാരം.